പി എം കിസാൻ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഇത് ഒരു ആക്ച്വലി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർ എന്നോ അല്ലെങ്കിൽ എന്താണ് ജനറലി ഉള്ള ഒരു സ്കീമാണ്. എന്നാൽ ഇതുപോലെ നമ്പർ ഓഫ് സ്കീം, അതായത് പ്രൈം മിനിസ്റ്റർ എന്നുള്ള പേരിലുള്ള സ്കീമുകളുണ്ട്. സ്കീമുകൾ തന്നെ ഒരുപാട് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് മെജോറിറ്റി പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളോ സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസേഡ് പ്രോഗ്രാമുകളോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും, ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾസോ, സ്റ്റേറ്റ് ഗവൺമെന്റിലാണെങ്കിൽ കേരള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണോ അതിന്റെ ക്വസ്റ്റ്യൻസ് വരാം. പ്ലസ് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ്, അതായത് ഓരോ മിനിസ്ട്രിയുടെ അണ്ടറിലും ഒരുപാട് സ്കീമുകൾ ഉണ്ടായിരിക്കും. സോ സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ തന്നെ ഒരുപാട് ട്രഡീഷണലി അല്ലെങ്കിൽ കാലങ്ങളോളം വന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു എല്ലാം പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമല്ല, പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ബേസ് ഉണ്ടായിരിക്കും. ഓരോ മുൻപാണെങ്കിൽ നമ്മൾ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു. സോ 1950s തൊട്ട് 2015 വരെ, ഓൾമോസ്റ്റ് 2014 അവസാനിക്കുന്നത്. അപ്പോൾ 2015 ജാനുവരി 1 മുതൽ ഇത് നീതി ആയോഗായി. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു നമ്പർ ഓഫ് ഏരിയ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതി എന്ന പേരിൽ നമ്മൾ 5 ഇയർ പ്ലാൻസ് നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ അന്ന് ഓരോ 5 ഇയർ പ്ലാനിനും എന്തുണ്ടായിരുന്നു, ഒരു മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മോഡൽ ഓഫ് അല്ലെങ്കിൽ അതിന്റെ പ്രയോറിറ്റി സെക്ടർ എന്ന് പറയാം. ഇപ്പോൾ കൃഷി, ചില 5 ഇയർ പ്ലാൻസ് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ചിലത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നാൽ ചിലത് സർവീസ് സെക്ടറാണ്, ചിലത് പ്രത്യേകിച്ച് പർട്ടിക്കുലർലി ദാരിദ്ര്യം, അതായത് നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന സ്കീം തന്നെയുണ്ട്. സോ ഇങ്ങനെ അതുപോലെ എംപ്ലോയ്മെന്റ്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇന്ത്യയിലെ ഒരു കോർ ഇഷ്യൂ ബിഹൈൻഡ് ദ ഓൾ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു തവണ വന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, എങ്കിൽ പോലും ഒരു എല്ലാത്തിനും റൂട്ട് കോസ് ആയ ഒരു കാരണം, അതായത് ഒരു കാരണം, ആ കാരണം എന്ന് പറയാവുന്നത് ഏത് കാരണമാണ്? എനി ഐഡിയ? ഓക്കെ, അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, അതായത് പക്ഷെ നമ്മൾ ഈ എക്കണോമിക് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതായത് നമ്മൾ പല ഇഷ്യൂസ് പറയാറുണ്ട്. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇഷ്യൂ, അതായത് നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെന്റിലും സോഷ്യൽ ഡെവലപ്മെന്റിലും ഒക്കെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? അതായത് നമ്മൾ വളരെ റൂട്ട് കോസ് ആയിട്ട് പോകണ്ട, പല കാരണങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, എങ്കിൽ പോലും ഒരു പരിധിവരെ ഇപ്പോൾ ഉദാഹരണത്തിന് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് കാണുന്നത് എന്താണ്? ഓക്കെ, അതിന് എക്കണോമിസ്റ്റുകളൊക്കെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളതാണ്. ഇത് പഞ്ചവത്സര പദ്ധതികളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലയിടത്തും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏതാണ്? എനിവൺ? ഓക്കെ, എനിവൺ ക്യാൻ ആൻസർ. ഒരു ഡയറക്റ്റ് എല്ലാവരോടുള്ള ക്വസ്റ്റ്യനാണ്, ഒരാളെ ആയിട്ട് വിളിക്കുന്നില്ല. ഓക്കെ, സോ ഓഡിബിൾ അല്ലേ നിങ്ങൾക്ക്? അനുപമ ഓഡിബിൾ ആണോ? ഹലോ. കേൾക്കാം സർ. യെസ്. സോ എന്താണ് അനുപമയുടെ അഭിപ്രായം? ഓക്കെ, ഇതൊരു ആൻസർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതായത് നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായമായിരിക്കാം. എന്താണ് സൂരജ്? ഓക്കെ, അനുപമ, അബ്രഹാം, അനുഷ, അപർണ, അർജുൻ, ദിവ്യ, ഗോപിക, ഗ്രിഗറി, രശ്മി, സനത്, സൂരജ്, ബിന്ദുജ. സാറേ ഞാനത് ശരിക്കും കേട്ടില്ല കേട്ടോ. സോ വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദ മേജർ ഇഷ്യൂ, അല്ലെങ്കിൽ ദ മേജർ ഇഷ്യൂ എന്ന് പറയാവുന്ന ഒരു സംഭവം ഇന്ത്യയിലെ, അതാണ് മിക്കവാറും പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് ആയിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് വിവിധ വകുപ്പുകൾ സംയോജിക്കുന്ന ഒരു പ്രോഗ്രാം ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അതൊക്കെ ഇഷ്യൂ ആണ്. ഓക്കെ ഫൈൻ. അതായത് ഗവൺമെന്റ് സ്കീമുകൾ അല്ലെങ്കിൽ സെക്ടറുകളുടെ ഏകോപനം ഇല്ലായ്മ, ഓക്കെ യൂണിറ്റി ഇല്ലായ്മ. വേറെ അത് കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലാണ്. അതായത് ഞാൻ പ്രോഗ്രാമുകളുടെ അല്ല ചോദിച്ചത്, ഇത് ഇന്ത്യയിലെ മൊത്തത്തിൽ
ഇന്ത്യയിൽ മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ളൊരു കോൺസെപ്റ്റ് ആയിട്ടാണ്. ഓക്കെ, എനിവൺ വേറെ ആരും കേൾക്കുന്നില്ലേ? ആരുടെയും വോയിസ് ഒന്നും വരുന്നില്ല. ഓഡിബിൾ അല്ലേ ബാക്കിയുള്ളവർക്ക്? ഓക്കെ, അർജുൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. വേറെ ആരും ആൻസർ പറഞ്ഞില്ല. ഓക്കെ, എബ്രഹാം, അനുഷ, ദിവ്യ, ആ ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ആ കേക്കുണ്ട്. ഓക്കെ, യെസ് അനുഷ, യെസ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. അതായത് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നത് ഇപ്പോൾ ആവണമെന്നില്ല. ഇത് പഴയൊരു കോൺസെപ്റ്റ് ആണ്. പഴയതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫ്രം ദ 50s. അതായത് 1950കളിൽ 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പറഞ്ഞിരുന്ന ചില കാര്യങ്ങളാണ്. നൗ ഇറ്റ്സ് ആൾസോ ഇപ്പോഴും ഇഷ്യൂ ഒക്കെ തന്നെയാണ്. സോ ഓക്കെ, യെസ്, ഞാനത് ഇനി എല്ലാവരോടും ചോദിക്കുന്നില്ല. ഇപ്പോൾ ആരുടെയും ശബ്ദം വരുന്നില്ല. ഓക്കെ, സോ ഓക്കെ, അനുഷയുടെ ആൻസർ പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് പോവാം. അനുഷയുടെ ആൻസർ എന്താണ്? ഈ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും എഡ്യൂക്കേഷന്റെ ബ്രെയിൻ ഡ്രെയിൻ. ഓക്കെ, ബ്രെയിൻ ഡ്രെയിൻ. ഓക്കെ, അതൊരു ഇഷ്യൂ ആണ്. യെസ്. ബ്രെയിൻ ഡ്രെയിൻ, പക്ഷെ അത് കുറച്ചും കൂടി എന്താണ് സാധാരണക്കാരനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അതൊരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ആവണമെന്നില്ല. പക്ഷെ അതൊരു ഇറ്റ്സ് എ ഗ്രേറ്റ് വലിയൊരു ഇഷ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ ഡ്രെയിൻ വളരെ വലിയൊരു ഇഷ്യൂ ആണ് ഇപ്പോഴൊക്കെ. പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ അത് മനസ്സിലാക്കി വരുന്നു. ബട്ട് ബ്രെയിൻ ഡ്രെയിൻ അത് കുറച്ചും കൂടി ഒരു ഇന്റലക്ച്വൽ ആൻസർ ആയിപ്പോയി. അതായത് അത്ര ഉയർന്നൊരു ഇഷ്യൂ അല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് പോവർട്ടി, ഇവിടെ ആൻസർ പറഞ്ഞു, പോവർട്ടി പറഞ്ഞു. ഓക്കെ, പോവർട്ടി ഒരു ഇഷ്യൂ ആണ്. അതായത് നമ്മളുടെ പല കോമൺ ഇഷ്യൂസ് ആണ് ചോദിക്കുന്നത്. ഇത് ഇക്കണോമിക്സിൽ കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. സോഷ്യലി ഇഷ്യൂ ആണ്. അതായത് അപ്പോൾ അതിൽ പോവർട്ടി വരും. പിന്നെ പോപ്പുലേഷൻ, ഇന്ത്യയിൽ എപ്പോഴും പറയുന്ന ഒരു ഇഷ്യൂ ആണ് പോപ്പുലേഷൻ ഗ്രോത്ത്, അല്ലെങ്കിൽ ജനസംഖ്യാ വർധനവും ജനസംഖ്യയും ഒരു വലിയ ഇഷ്യൂ ആണ്. ആൻഡ് വേറെ ഒന്നാണ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, ഇതിൽ അൺഎംപ്ലോയ്മെന്റ് ആണ് ആക്ച്വലി ഈ പറയുന്ന യെസ്. ഓക്കെ, ആരാണ് ആൻസർ ഇപ്പൊ പറഞ്ഞത്? ഓക്കെ, അർജുൻ. യെസ്, അത് തന്നെയാണ് പറയുന്നത്. ജോബ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ. അതായത് അൺഎംപ്ലോയ്മെന്റ് ഈസ് ദ റൂട്ട് കോസ് എന്നുള്ളതാണ് പല കേസുകളിലും വരുന്നത്. ഓക്കെ, അത് ഈ സ്കീം പറയാനുള്ള കാരണമാണ് ഇത് സ്കീമുകളും പ്രോഗ്രാമുകളും ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ആക്ച്വലി എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ബിസിനസ് ഡെവലപ്മെന്റ് ആണ്. സോ എംപ്ലോയ്മെന്റ് ജനറേഷൻ വന്നാൽ ഓൾമോസ്റ്റ് പല പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു എക്കണോമിക്സ് ആംഗിൾ. ഓക്കെ, അതിന് പല ആംഗിളുകളുണ്ട് മുൻപ് പറഞ്ഞ പോലെ. പക്ഷെ ഈ ആഫ്റ്റർ 1950s ശേഷം പല 5 ഇയർ പ്ലാനുകളിലും ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്നത് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും? പോവർട്ടി കുറയും ആൻഡ് എഡ്യൂക്കേഷൻ ലെവല് റൈസ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ സ്ഥലത്തും എഡ്യൂക്കേഷൻ തന്നിട്ടല്ല എംപ്ലോയ്മെന്റ് വരുന്നത്. അതായത് സാമ്പത്തികമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് മുന്നിലുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ എഡ്യൂക്കേഷൻ പോലും എല്ലാവർക്കും കിട്ടുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് പല സ്റ്റേറ്റുകളിലും പല സ്ഥലങ്ങളിലും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും കിട്ടാത്ത സംഭവമാണ്. എല്ലാവർക്കും കിട്ടില്ല. ബിക്കോസ് മണി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെന്റ് ആണ് ഒരു മെയിൻ ഫാക്ടർ ആയിട്ട് പറയുന്നത്. എംപ്ലോയ്മെന്റ് ജനറേഷൻ വിൽ ബൂസ്റ്റ് യുവർ എന്ത് കൂട്ടുന്നു? നിങ്ങളുടെ വേജ് അല്ലെങ്കിൽ സാലറി ഓർ നിങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ജീവിത നിലവാരം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് യു ക്യാൻ പർച്ചേസ് എവറിത്തിങ്, യു ക്യാൻ ബൈ സംതിങ്, യു ക്യാൻ എഡ്യൂക്കേഷൻ ഇതുപോലെ പറ്റും. അതായത് പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. സോ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പക്ഷെ അതിലുള്ള ഓക്കെ, നമ്മൾ പറയുന്നതിന്റെ പോസിറ്റീവ്സ് ആണ് ആൻഡ് ദർ ആർ നെഗറ്റീവ്സ് ഉണ്ടാവാം. കാരണം പോവർട്ടി അല്ലെങ്കിൽ കുറെ എംപ്ലോയ്മെന്റ് ഉണ്ടായതുകൊണ്ട് മാത്രം എല്ലാതും ആവുന്നില്ല. സോഷ്യൽ ഫാക്ടേഴ്സിനെ ബാധിക്കുന്നുണ്ട്. ബിക്കോസ് എല്ലാവരും എംപ്ലോയ്മെന്റ് വരുമ്പോൾ ശമ്പളം എല്ലാവർക്കും കിട്ടിത്തുടങ്ങുമ്പോൾ എന്ത് വരുന്നു? അനാവശ്യമായ കോസ്റ്റ്, അതായത് കൂടുതൽ ആൾക്കാർ ചിലവാക്കുന്ന ഇഷ്യൂസ് വരും, എക്കണോമിയെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ അത്തരത്തിലൊരു ഡയറക്ട്ലി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു സ്കീമാണ് PM കിസാൻ എന്ന് പറയുന്നത്. പേരിൽ കേട്ടാൽ തന്നെ അറിയാം, കിസാൻ എന്ന് പറയുന്നത് കർഷകനാണ്. സോ കർഷകരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സ്കീം തന്നെയാണ് ഈ PM കിസാൻ. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്നുള്ള സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കുറെ സ്കീമുകളുണ്ട്. നമ്മൾ
PM കിസാൻ പോലെ PM എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ സ്കീമുകളുണ്ട്. അപ്പൊ അത് വേറെ നോക്കുക. അപ്പൊ സ്കീമുകൾ പ്രത്യേകിച്ച് നോക്കി വെക്കുക. അപ്പൊ ഇവിടെ നമുക്ക് PM കിസാൻ എന്താണെന്ന് നോക്കാം. ഓവർ 1 lakh farmers voluntarily gave up their PM കിസാൻ ബെനിഫിറ്റ്സ് ലാസ്റ്റ് ഇയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ ലീഡ് ദ ചാർട്ട് ഓഫ് 1.1 lakh farmers who have voluntarily given up the benefits of annual of 6,000 Pradhan Mantri's Kisan Samman Nidhi scheme across the country from June to May 2024 according to data. Possible reasons for some farmers giving up the PM Kisan benefits are absentee landlords who may have decided against availing of the subsidy, land going to tax-paying descendants who are not eligible, change in status of land owners. Okay, അതായത് ഇത് നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഇതുപോലെ കേരളത്തിൽ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതായത് റേഷൻ കാർഡിന് ഉള്ള കാറ്റഗറൈസേഷനിൽ സബ്സിഡി ഉള്ളവരും അല്ലെങ്കിൽ പ്രയോറിറ്റി സെക്ടർ ആൻഡ് നോൺ പ്രയോറിറ്റി സെക്ടർ. അപ്പോൾ പ്രയോറിറ്റി ഇല്ലാത്തവർ, അനർഹരായ വ്യക്തികൾ റേഷൻ കാർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അരി വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ പറയുന്ന സ്കീമുകൾ. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഇഷ്യൂ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെടുകയും അത് പിടിച്ചു. അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എന്ത് വാങ്ങുന്നു, സബ്സിഡി നിരക്കിൽ അരി വാങ്ങുന്നുണ്ട്. ബിക്കോസ് അത് സബ്സിഡി നിരക്കിൽ കിട്ടില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അത് കിട്ടില്ല എന്നുള്ളതാണ് നിയമം. അങ്ങനെയുള്ളവർക്ക് അവരുടെ കാർഡ് എന്ന് പറയുന്നത് ജനറൽ കാർഡാണ്, അതായത് വൈറ്റ് വെള്ള കാർഡാണ്. എന്നാൽ അതിന് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രത്യേക പരിഗണന ഉള്ളവരാണ്. അതിൽ 2 കാർഡുകളാണ്. ഒന്ന് പിങ്ക് നിറത്തിലുള്ള ഒരു കാർഡും പിന്നൊന്ന് യെല്ലോ കാർഡാണ്. എന്നാൽ നോൺ പ്രയോറിറ്റി എന്ന് പറയുന്നതിൽ 2 കാർഡാണ്, വൈറ്റ് ആൻഡ് ബ്ലൂ. സോ ഇതിൽ വൈറ്റ് കാറ്റഗറി ആണ് ഗവൺമെന്റ് എംപ്ലോയീസ് ഒക്കെ വരേണ്ടത് നോർമലി. അപ്പോൾ എന്നാൽ ഇവിടെ ഇതേപോലെയുള്ള ഒരു സംഭവമാണ്. PM കിസാൻ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം 6,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, കർഷകർക്ക് കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. ഈ സ്കീമിൽ പലരും ഈ പറയുന്ന ഇത് വാങ്ങിയിരുന്നു, അതായത് 6,000 രൂപ വെച്ച് വാങ്ങിയിരുന്നു. പക്ഷെ അത് അടുത്ത കാലത്ത് കുറെ ഗവൺമെന്റ് ഇതിന്റെ നോംസ് അല്ലെങ്കിൽ ഇതിനുള്ള ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തപ്പോൾ കുറെ ആൾക്കാർക്ക് അത് വളണ്ടറിലി ആയിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു. ആക്ച്വലി അതാണ്, അതായത് അവർ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വളരെ സത്യസന്ധരായി കൊടുത്തു എന്നുള്ള കോൺസെപ്റ്റ് അല്ല. ശരിക്ക് അവിടെ സംഭവിച്ചത് അവർക്ക് കൊടുക്കേണ്ടി വന്നു. അതിനു മുമ്പ് അവർ അപ്ലൈ ചെയ്ത് വാങ്ങി, എന്നാൽ പിന്നീട് അത് റിട്ടേൺ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. സോ അതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ PM കിസാൻ എന്ന് പറയുന്നത് ഈസ് ഫോർ PM കിസാൻ സമ്മാൻ നിധി ഇസ് എ സെൻട്രൽ, അത് ഈ സ്കീമിനെ കുറിച്ച് പറയാണ്. 100% സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഫണ്ടിങ് ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഓപ്പറേഷണൽ സിൻസ് 1 December 2018. അവര് പറയുന്നുണ്ട്, ഇതിന്റെ പ്രത്യേകത അറിയണം. ദ സ്കീം പ്രൊവൈഡ്സ് ദ ഇൻകം സപ്പോർട്ട് ഓഫ് 6,000 per year in 3 equal installments to all ലാൻഡ് ഹോൾഡിംഗ് ഫാർമർ ഫാമിലീസ് എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയുള്ള കർഷകർക്കാണ് ഇത് കൊടുക്കുന്നത്, ആർക്കല്ല. പാട്ടത്തിന് പണിയെടുക്കുന്ന രീതി എന്ന് പറയുന്ന രീതിയിൽ മറ്റൊരു വ്യക്തിയുടെ പറമ്പിൽ പണിയെടുക്കുന്ന വ്യക്തികൾക്കല്ല കിട്ടുക, സ്വന്തമായിട്ട് ലാൻഡുള്ള അവിടെ തന്നെ കൃഷി ചെയ്യുന്ന ചെറുകിട കർഷകർ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ. അപ്പൊ ഇത് ഇത്തരത്തിൽ ഒരുപാട് പേരുണ്ട്. ഹരിയാന, UP, ബീഹാർ ഒക്കെ ആണെങ്കിൽ ദേ ആർ ആക്ച്വലി എന്താണ് ക്രോർപതീസ് ആണ്. അവിടുത്തെ കർഷകർ എന്ന് പറയുന്നത് നോർമലി നോർമൽ കൃഷിയുടെ പരിധിയിൽ വരുന്നതല്ല, അല്ലെങ്കിൽ അതിനപ്പുറത്താണ് അവരുടെ ഇൻകം. ബിക്കോസ് ദേ ആർ ലാൻഡ് ലോഡ്സ് ആൻഡ് ദേ ആർ ബിസിനസ്. ആക്ച്വലി അവർക്ക് എന്തുകൂടിയുണ്ട്, അഗ്രികൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ഉണ്ട്, അഗ്രികൾച്ചറും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ലാൻഡ് ലോഡ്സ് ആവുന്ന വ്യക്തികളാണ്. എന്നാൽ അവർ അതും എന്ത് ചെയ്യുന്നുണ്ട്, അവൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പല സാധാരണ കർഷകർക്കും ഇത് കിട്ടാതെ പോകും. ബിക്കോസ് വലിയ കർഷകരെല്ലാം ഇത്തരത്തിലുള്ള സ്കീമുകൾ എന്ത് ചെയ്യാണ്, ആക്ച്വലി തട്ടിയെടുക്കുകയാണെന്ന് പറയാം. അത് കാരണം തട്ടിയെടുക്കലല്ല എങ്കിൽ പോലും തട്ടിയെടുക്കുന്നത് പോലെയാണ്. ബിക്കോസ് സാധാരണ കർഷകർക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായിരിക്കില്ല. ഇത്തരത്തിലുള്ള മേഖലകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഇപ്പോൾ അതിനെ സംബന്ധിച്ച് കുറെ അടുത്ത കാലത്ത് തന്നെ കർഷക സമരം ഒക്കെ ഉണ്ടായതാണ്. കർഷക സമരത്തിന് വേറെ ഇപ്പോൾ കുറെ കാരണങ്ങളുണ്ട്. അതിൽ കർഷകരുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. സോ ആ നിയമങ്ങൾ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ലാൻഡ് ലോഡ് ഇഷ്യൂസും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു മൊണോപ്പൊളിസ്റ്റിക് കൺട്രോൾ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടാണ് നിയമം ഉണ്ടായിരുന്നത്. ബട്ട് അതിൽ കുറെ ഇഷ്യൂസ് ഉണ്ട്, അതിന് പോസിറ്റീവ്സ് ഉണ്ട്, രണ്ടും ഉണ്ടായിരുന്നു. ബട്ട് അത് ഓൾമോസ്റ്റ് ആ നിയമങ്ങൾ എന്തായിരുന്നില്ല, ഇംപ്ലിമെന്റ് ആയില്ല പൂർണ്ണമായിട്ടും. സോ അതിന് കാരണം ഇത്തരത്തിലുള്ള പഞ്ചാബ്, ഹരിയാന പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെയുള്ള കർഷകർ എന്ന് പറയുന്നത് ദേ ആർ
എന്താണ് റിച്ച് ആണ്, പൊതുവെ റിച്ച് ആണ്. അപ്പൊ അത് പലപ്പോഴും അവിടത്തേക്ക് ഇലക്ഷനും അതൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ പല റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. അതായത് അവരെല്ലാം നോർമലി കൃഷി ചെയ്യുകയും അത് കഴിഞ്ഞ് ഇപ്പൊ ഇലക്ഷൻ പോലും വരുന്ന സമയങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർ ആ ഹെലികോപ്റ്റർ ആ സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, വാടകയ്ക്ക് കൊടുക്കുന്നു എന്നുള്ള പേരിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാരണം അവര് ഒരുപാട് കർഷക അല്ലെങ്കിൽ കൃഷി ഭൂമി ഉണ്ടായിരിക്കും. അവിടെ മരുന്ന് തെളിക്കുന്നതിനും ഒക്കെ സാധാരണ പെസ്റ്റിസൈഡ്സ് എല്ലാം എങ്ങനെയാണ്, ഹെലികോപ്റ്ററിലൊക്കെയാണ് തെളിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ലാൻഡ് ലോഡ്സ് അവിടെ ഉണ്ട്, ബിക്കോസ് അവിടെ അത്രയധികം ഭൂമിയുണ്ട്, അതാണ് കാരണം. ദെൻ ഇതില് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ദ UT അഡ്മിനിസ്ട്രേഷൻ ഫാർമർ ഫാമിലീസ് വിച്ച് ആർ, ഇവിടെ പറയുന്നു അതായത് ഡെഫിനിഷൻ ഓഫ് എ ഫാമിലി ഫോർ സ്കീം ഈസ് ഹസ്ബൻഡ് വൈഫ് ആൻഡ് മൈനർ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും കുട്ടികളും അടങ്ങുന്ന മൈനർ ചിൽഡ്രനും അടങ്ങുന്നതാണ് ഒരു കുടുംബം. ഈ കുടുംബത്തിനാണ് 6000 രൂപ. അത് 3 ക്വാർട്ടർ ആയിട്ടാണ് കിട്ടുക. അതായത് 3 എന്ന് പറയുമ്പോൾ 4 മാസം കൂടുമ്പോൾ 3000 രൂപ കിട്ടുന്ന രീതിയിലാണ്, സോറി 2000 രൂപ കിട്ടുന്ന രീതിയിലാണ്. രണ്ടുമില്ല, ആക്ച്വലി 6000 ആണല്ലോ ടോട്ടൽ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചാണ് വരിക. ഓക്കെ, അതായത് 6000 അതൊരു ഡിവൈഡ് ചെയ്തിട്ടാണ് വരിക, 3 പാർട്ടായിട്ടാണ് വരിക, 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് പോലെയാണ്. ദെൻ അപ്പോൾ അടുത്തത് ദ ഫണ്ട് ഈസ് ഡയറക്ട്ലി ട്രാൻസ്ഫർ ടു ദ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ദ ബെനിഫിഷ്യറീസ്. അതാണ് അതിന്റെ കോൺസെപ്റ്റിന്റെ പ്രത്യേകത. ദെൻ ഇവിടെ എഴുതിയിട്ടുണ്ട് there are certain exclusions categories for the scheme. The following categories: higher economic status not eligible, അതായത് all institutional land holders, farmer families which belongs to one or more of the following categories. അതായത് ഒരുപാട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ഫാമിലീസിനും കിട്ടില്ല. അതായത് ഫോർമർ ഓർ പ്രസന്റ് ഹോൾഡേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്, പ്രസന്റ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ്, സോ ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുക്കുന്നു, ഇവർക്കൊന്നും ഇത് കിട്ടില്ല എന്ന് പറയുന്നു. പ്രൈം മിനിസ്റ്റർ റിലീസ്ഡ് 16th ഇൻസ്റ്റാൾമെന്റ് ഓഫ് PM കിസാൻ സ്കീം. ഓക്കെ, അത് അവിടെ പറയുന്നതാണ്. അപ്പൊ ഈ സ്കീമിന്റെ പ്രത്യേകത, അപ്പോൾ ഈ സ്കീം മാത്രമല്ല, പൊതുവെ എല്ലാ സ്കീമുകളും നടപ്പിലാക്കുന്നതിന് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് DBT എന്ന് പറയുന്നതാണ്. എന്താണ് DBT? എല്ലാ സ്കീമുകളും ഇപ്പോൾ നടപ്പിലാക്കുന്നത്, ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം DBTയിലൂടെയാണ് ചെയ്യുന്നത്. എന്താണ് ഈ DBT എന്ന് പറഞ്ഞ ഫുൾ ഫോം? എന്താണ് സൗമ്യ? അയ്യോ എനിക്കറിയില്ല സാർ അത്. ഓക്കെ, യെസ് യെസ്, ഓക്കെ ഓക്കെ ഫൈൻ. വേറെ ആർക്കാണ്? ദിവ്യ? ഡിജിറ്റൽ അങ്ങനെയാണോ സാർ? എനിക്കറിയില്ല. ഡിജിറ്റൽ ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ സെന്റൻസുകൾ അത് ഉണ്ടായിരുന്നു, പക്ഷെ അത് വേറൊരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. സിമ്പിൾ കാര്യമാണ്. അതായത് അവർക്കുള്ള ഇപ്പോ ഈ പറഞ്ഞ സ്കീമിൽ കർഷകർക്കുള്ള 6000 റുപ്പീസ്, ഈ പറയുന്ന PM കിസാൻ നിധി എന്ന് പറയുന്ന എമൗണ്ട് അവർക്ക് കൊടുക്കുന്നത് അക്കൗണ്ടിലേക്കാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് ടു ദ ബാങ്ക്. അപ്പൊ അതാണ് ഇതിന്റെ ഈ സ്കീമിന്റെ ഷോർട്ട് ഫോം ആണ് DBT. അപ്പൊ എന്താണ് ആൻസർ? ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് ഒരു അസംഷൻ വെച്ചിട്ട് ആൻസർ പറയാം. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ. ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ഓക്കെ, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതാണെന്ന് മാത്രം. ആക്ച്വലി ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, ബാങ്കിലേക്ക് തന്നെയാണ്. ഓക്കെ, ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആണ്. ബട്ട് ദ സ്കീം അല്ലെങ്കിൽ അതിനെ ആ ഒരു പോളിസിയെ വിളിക്കുന്നത് DBT എന്ന് പറഞ്ഞൊരു പോളിസി ഒന്നും അല്ല. ആക്ച്വലി അതിനെ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പേര്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് പറയുന്ന പേരാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. സോ അതായത് നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് സ്കീം എത്തിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ആയിക്കോട്ടെ എല്ലാം. ഇപ്പോൾ അത് അറിയാം, ഇറ്റ്സ് പാർട്ട് ഓഫ് നോർമലി അത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നതിന്റെ സ്കീമിന്റെ ഭാഗമാണ്. പ്ലസ് ഇതിന്റെ പ്രത്യേകത, ഈ പറയുന്ന സ്കീമിനെ വിളിക്കുന്ന ഒരു പേരാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം എന്ന് വിളിക്കും. അതിന്റെ പാർട്ടാണിത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാമിന്റെ ഭാഗമാണ് ഈ DBT. അപ്പൊ DBT എന്ന് പറയുന്നത് അതുപോലെ അടുത്ത കാലത്ത് ജാം എന്ന് വിളിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് അതിനെ വിളിച്ചിരുന്നു. അതായത് ജൻധൻ ആധാർ മൊബൈൽ, അതായത് ജൻധൻ അക്കൗണ്ട് തുടങ്ങുക, ആധാർ ലിങ്ക് ചെയ്യുക മൊബൈൽ ഫോണുമായിട്ട്, ഇങ്ങനെ സിസ്റ്റം ഒക്കെ. അപ്പൊ ഇതൊക്കെ തുടക്കത്തിലാണ്. അതായത് ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ 2014 സ്റ്റാർട്ടിങ്ങിൽ, അത് കഴിഞ്ഞിട്ട് 2014-15 കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടപ്പിലാക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന എല്ലാ സ്കീമുകൾക്കും, അതായത് സ്കീം എന്ന് മാത്രമല്ല എല്ലാത്തിനും, ഇപ്പോൾ സ്കോളർഷിപ്പുകൾ കോളേജുകളിൽ സ്കൂളുകളിലൊക്കെയുള്ള സ്കോളർഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിസർച്ച് ഫെല്ലോസിന് വരുന്ന ഫണ്ട് ആയിക്കോട്ടെ, എന്തും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോൾ വരുന്നത് എങ്ങനെയാണ്. അതുപോലെ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതികൾക്ക്
വരുന്ന ശമ്പളം നേരിട്ട് തരുന്നതല്ല, അതെല്ലാം അക്കൗണ്ട് ത്രൂ ആണ്. അപ്പോൾ ഇതിനെ കോമൺലി വിളിക്കുന്നതാണ് DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. സോ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ബെനിഫിറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ അവിടെയുള്ള ഗുണം എന്ന് പറയുന്നത് മിഡിൽ മെൻ അല്ലെങ്കിൽ ആ ശമ്പളം ചില കേസുകളിൽ ആൾക്കാരെ പറ്റിച്ചിരുന്നു. അതായത് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അക്കൗണ്ടിൽ പോയിട്ട് അയാൾക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പറ്റിക്കപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വേറെ ആരെങ്കിലും. പക്ഷേ നോർമലി നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തുമ്പോഴുള്ള ഗുണം ആ അക്കൗണ്ടിൽ എത്തി എന്നുള്ളത് ഉറപ്പ് വരുന്നുണ്ട്. ആൻഡ് അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഇപ്പോൾ ചില കേസുകളിലെല്ലാം ശമ്പളത്തിന്റെ ലിസ്റ്റിൽ എന്ത് ചെയ്യും, 1000 രൂപ എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് അയാൾ ഒപ്പിട്ട് കൊടുക്കും 1000 രൂപയുടെ, പക്ഷെ അയാൾക്ക് കിട്ടുന്നത് 500 രൂപയായിരിക്കും. അപ്പോൾ അങ്ങനെ ബാക്കി അപ്പോൾ 500 രൂപ എന്തായി, ഈ പറയുന്ന ആരാണോ അത് ഹോൾഡ് ചെയ്യുന്നത്, ആരാണോ മാനേജ് ചെയ്യുന്നത്, അയാൾ അടിച്ചു മാറ്റും. അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഉള്ളതല്ല, കാലങ്ങളായിട്ടുള്ളൊരു ഇഷ്യൂ ആണത്. അത് ഈവൻ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ 1988 രാജീവ് ഗാന്ധി പറഞ്ഞ പ്രശസ്തമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഇൻ എ ബഡ്ജറ്റ് ഇഫ് വി യൂസ് ദ 1 rupee ഓൺലി സർട്ടൻ പൈസ, അതായത് 1 രൂപ നമ്മൾ ബഡ്ജറ്റിലേക്ക് നീക്കി വെക്കുമ്പോൾ അതിൽ വളരെ വളരെ ചെറിയ പൈസ മാത്രമാണ്, അതായത് 10 പൈസയോ ഒക്കെയാണ് പറയുന്നത്, അത്രയും ചെറിയ തുക മാത്രമേ ആൾക്കാരുടെ കയ്യിലെത്തുന്നുള്ളൂ. ബാക്കിയൊക്കെ ഈ പറയുന്ന ഇടയിലുള്ള ആൾക്കാരിലൂടെ പോകുമ്പോൾ അവരെല്ലാം ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അടിച്ചു മാറ്റുന്നുണ്ട് കാശ്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇഷ്യൂ. കറപ്ഷൻ എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ കറപ്ഷൻ ഫ്രീ എന്നുള്ളതും അതുപോലെ കറപ്ഷൻ ഇല്ലാതാക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ പറയുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. സോ അടുത്തത്, അപ്പൊ ഇത് PM കിസാനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. PM കിസാൻ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ജൻധൻ യോജന എന്ന് പറയുന്ന അക്കൗണ്ട് തുടങ്ങിയിരുന്നു, അതായത് PM ജൻധൻ യോജന. അത് PMJDY എന്നാണ് ചോദിക്കുക, ഫുൾ ഫോം എന്ത്. അപ്പോൾ PMJDY എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നുള്ളതാണ്. സോ അത് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അത് മുൻപുള്ള സ്കീമാണ്. അപ്പോൾ നെക്സ്റ്റ് PM കർമ്മയോഗി എന്ന് പറയുന്ന വേറൊരു മിഷൻ കർമ്മയോഗി. അത് ആക്ച്വലി PM കർമ്മയോഗി അല്ല, മിഷൻ കർമ്മയോഗി. ഇതും സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള ഒരു സ്കീമാണ്. ഇത് പക്ഷേ കോമൺ പീപ്പിൾസ് ഇഷ്യൂ അല്ല, ഇത് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അസസ്ഡ് ദ ഇമ്പാക്ട് ഓഫ് മിഷൻ കർമ്മയോഗി ബൈ സീക്കിംഗ് ഇൻപുട്ട് ഓൺ റീസെന്റ് ട്രെയിൻഡ് സ്റ്റാഫ് ഫ്രം ദെയർ സൂപ്പർവൈസേഴ്സ് ആൻഡ് reported increased proficiency in data analysis, analytics and e-governance tool. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നു, ഇംപ്രൂവ്ഡ് ഗവേണൻസ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് കോമ്പിറ്റന്റ് സിവിൽ സർവീസ് ആർ റിക്വയർഡ് ഫോർ അച്ചീവിംഗ് ഇന്ത്യസ് ആംബിഷൻസ് അബൌട്ട് മിഷൻ കർമ്മയോഗി. അപ്പോൾ അത് അടിയിൽ പറയാണ്, അബൌട്ട് മിഷൻ കർമ്മയോഗി നോൺ ആസ് നാഷണൽ പ്രോഗ്രാം ഫോർ സിവിൽ സർവീസ് കപ്പാസിറ്റി ബിൽഡിംഗ് ഈസ് ആൻ അംബീഷ്യസ് പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇത് ചുരുക്കി പറഞ്ഞാൽ കർമ്മയോഗി എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ഒരു പരിധിവരെ മനസ്സിലാക്കാം, ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് എ അല്ലെങ്കിൽ ടു ഇൻക്രീസ് ദ സിവിൽ സർവൻസ്. സിവിൽ സർവന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് IAS IPS എന്നുള്ളവർ മാത്രമല്ല, ഓൾ ഗവൺമെന്റ് സർവീസ് ആർ നോൺ ആസ് സിവിൽ സർവൻസ്. സോ അവരെല്ലാം സിവിൽ സർവൻസ് ആണ്. സിവിൽ സർവീസിൽ നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ LD ക്ലർക്ക് എന്ന് പറയുന്ന താഴെയുള്ള പോസ്റ്റ് തുടങ്ങി ഏറ്റവും മുകളിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ വരെയുള്ളതെല്ലാം പാർട്ട് ഓഫ് സിവിൽ സർവീസ് ആണ്. അപ്പോൾ അതിൽ ഉള്ള എല്ലാവർക്കും എന്തുണ്ട്, നമ്മൾ ഗവൺമെന്റിൽ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഒന്ന് എന്തില്ല, ദേ ആർ നോട്ട് കോമ്പിറ്റന്റ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ആക്ച്വലി കേപ്പബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റുകളും ഇതൊക്കെ പാസ്സായി വരുന്നുണ്ട്, ബട്ട് അതിനുശേഷം എന്തില്ല, പ്രൊഫിഷ്യൻസി ഇല്ല. ഇപ്പോൾ പ്രൈവറ്റിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അല്ലാത്ത ഏത് സ്ഥാപനങ്ങളിലാണെങ്കിലും ദേ ഹാവ് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽസ്. അവർ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ പല സ്കില്ലുകളും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അവരെന്താവും, ഔട്ടാവും. എന്നാൽ ഗവൺമെന്റ് സർവീസിലുള്ള പ്രത്യേകത, നമ്മൾ ജോലിക്ക് കയറുന്നവരെ വളരെ കഠിനമായ പഠനവും സ്കിൽ ഡെവലപ്മെന്റും ആയിരിക്കും. അതിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്തായി, അൺസ്കിൽഡായി എന്ന് പറയാം. കാരണം പിന്നെ അവിടെ വെറുതെ ഇരിക്കുന്നു, പിന്നെയുള്ളത് ആ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ട് പോവുക, അതിലെന്തില്ല, അതിൽ തന്നെ ഡെവലപ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ അതാണ് ഗവൺമെന്റിന്റെ പുതിയ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ അത്ര എന്താണ്, നമ്മൾ മുൻപ് പറയുന്ന പോലെ എല്ലാം വളരെ ഈസി ആയിട്ട് ഒരു പണിയെടുക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ബട്ട് നൗ ഡേയ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. ഗവൺമെന്റ് ജോലിയുടെ പ്രത്യേകത ഇറ്റ്സ് ഓൺലി ദ പവർ. ഓക്കെ, നമ്മൾ പവറാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ ശമ്പളമോ അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങളാണോ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ അല്ല. ബിക്കോസ് ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിലൊക്കെ നല്ല പാക്കേജ് ഉണ്ട്, നല്ല സാലറി ഒക്കെ ഉണ്ട്, ഡിഫൻസിലൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനും സാലറി ഉണ്ട്. ബട്ട് സാലറി വൈസ് നോക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് കുറച്ചും കൂടി മുകളിൽ. കാരണം
ഒന്ന് ഇടയ്ക്ക് വരുന്ന പേ റിവിഷൻ എന്ന് പറയുന്ന സംവിധാനം. അതായത് പേ റിവിഷനുകൾ ഉണ്ടാവുമ്പോൾ ഇടയ്ക്ക് ശമ്പളം വളരെ വലിയ രീതിയിൽ ഉയരാറുണ്ട്. അപ്പോൾ എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രത്യേകത, നമ്മൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വി ഹാവ് ടു ഡു വിത്തിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ആസ് എ ഗവൺമെന്റ് എംപ്ലോയി. അതായത് പല കാര്യങ്ങൾക്ക് നമ്മൾ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് തോന്നിയത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് റൂൾ പാലിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ജോലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ നേച്ചർ ഓഫ് വർക്കാണ്. അപ്പോൾ വളരെയധികം ചലഞ്ചിങ് ജോബുകൾ ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചിലപ്പോൾ ഗവൺമെന്റ് ജോലി എന്തായിരിക്കും വലിയ താല്പര്യമില്ല. പക്ഷെ എന്നാൽ ഗവൺമെന്റിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളും പല രീതിയിലാണ്. സോ എന്നാൽ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിലെല്ലാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടർ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് പിടിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ വലിയ ശമ്പളം, അതായത് ശമ്പളം നോക്കുകയാണെങ്കിൽ പ്രൈവറ്റിൽ ഗവൺമെന്റിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ശമ്പളം കിട്ടും. ബട്ട് അവിടെ വർക്ക് ചെയ്താൽ ശമ്പളം കിട്ടും എന്നുള്ളതാണ്. എന്നാൽ ഗവൺമെന്റിൽ ഫിക്സഡ് സാലറി ആണ്. നമ്മൾ വർക്ക് ചെയ്താലും, കൂടുതൽ വർക്ക് ചെയ്താലും എന്തില്ല, യു വിൽ ഗെറ്റ് ദ സെയിം എമൗണ്ട്. അതായത് അത് കമ്പനികളിലൊക്കെയാണ് കൂടുതൽ കിട്ടുള്ളൂ ഗവൺമെന്റിന്റെ. ഇപ്പൊ റെയിൽവേ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ആണെങ്കിൽ റെയിൽവേക്ക് ലാഭം ഉണ്ടായാൽ ചിലപ്പോൾ ലാഭവിഹിതം കിട്ടാം. അപ്പോൾ അല്ലാതെ ഉള്ളതെല്ലാം ഫിക്സഡ് സാലറിയാണ്, ഗവൺമെന്റിന്റെ ഫിക്സഡ് സാലറിയാണ്. നമ്മൾ ഇത്ര മുതൽ ഇത്ര പാക്കേജ് എന്ന് പറയും, ബേസിക് സാലറി, DA ഇത്ര, ഇതൊക്കെ കൃത്യമാണ്. എന്നാൽ പ്രൈവറ്റിലാണെങ്കിൽ അങ്ങനെയല്ല, നിങ്ങളുടെ വർക്കിനനുസരിച്ച് ലാഭത്തിനനുസരിച്ച് കൂടുതൽ കിട്ടും, മറ്റ് ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ മിഷൻ കർമ്മയോഗിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ എഫിഷ്യൻസി കുറവിനെ പരിഹരിക്കുന്നതിനായിട്ട് അവരെ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ മിഷൻ ലോഞ്ച്ഡ് ഇൻ ദ ബൈ ദ യൂണിയൻ ക്യാബിനറ്റ് ഇൻ 2020 2 സെപ്റ്റംബർ. ഇത് അത്ര അധികം അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം 2 സെപ്റ്റംബർ എന്നൊക്കെ പറയുമ്പോൾ നോർമലി ഇറ്റ് വാസ് ഡ്യൂറിങ് ദ കോവിഡ് പീരീഡ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന പല സ്കീമുകളെ കുറിച്ചും അധികം പോപ്പുലറൈസ്ഡ് അല്ല. പക്ഷേ അതിന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. അതായത് കോവിഡ് സിറ്റുവേഷൻ ഉണ്ട്, സോ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചാൽ മാത്രമേ വർക്കിംഗ് നടക്കുള്ളൂ എന്നുള്ളതാണ്. കാരണം അന്ന് ഗവൺമെന്റ് സർവീസ് ആണ് ഏറ്റവും അധികം വർക്ക് ചെയ്യേണ്ടി വന്നത്. ഗവൺമെന്റ് മെഷീനറി ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ വർക്ക് ചെയ്ത ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം എന്ന് പറയാം. കാരണം അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ എല്ലാം നല്ലപോലെ ഹാൻഡിൽ ചെയ്തു. എല്ലാ സർവീസുകളും നല്ലപോലെ വർക്ക് ചെയ്തു. അപ്പോൾ അതൊരു ഒരു ക്രെഡിറ്റ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ബാങ്ക് സെക്ടർ, എല്ലാ സെക്ടറുകളും നല്ലപോലെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഇറ്റ് എയിംസ് ടു ട്രാൻസ്ഫോം ദ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മേക്കിംഗ് ദ ബ്യൂറോക്രസി മോർ എഫിഷ്യന്റ്, എഫക്റ്റീവ്, അക്കൗണ്ടബിൾ. ഇതിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ പോയിന്റുകൾ മൊത്തത്തിൽ മനസ്സിലാവും. ഇറ്റ് എയിംസ് ടു ട്രാൻസ്ഫോം ദ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ ഈ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രൈവറ്റിലാണ് കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. HR ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, സോ HRD. ഇതിൽ HR മാനേജ്മെന്റ് എന്ന് പറയുന്നു, പ്ലസ് ദ ബ്യൂറോക്രസി മോർ എഫിഷ്യന്റ്, എഫക്റ്റീവ് ആൻഡ് അക്കൗണ്ടബിൾ. ബ്യൂറോക്രസിയെ നന്നാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് അതിന്റെ സിസ്റ്റം. ദെൻ ഇതിന്റെ മറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. ഗൈഡിങ് പ്രിൻസിപ്പിളും അതിൽ ഇത് തന്നെയാണ് പറയുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഡെമോക്രൈറ്റൈസിങ്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം. ഇപ്പോൾ പ്രൊഫിഷ്യൻസി കൂട്ടാനായിട്ട് സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട്, സ്കീമുകൾ കൊണ്ടുവരും. അതുപോലെ തന്നെ ഇടയ്ക്ക് ട്രെയിനിങ് കൊടുക്കും. ദെൻ അതാണ് ഇതിൽ കോമൺലി വരുന്നത്. പിന്നെ ഇപ്പോൾ പല സെക്ടറുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ കൊടുക്കും. എന്നിട്ട് അത് ഇവർ ചെയ്ത് പരിശീലിച്ചിട്ട് അത് എന്ത് ചെയ്യുക, സർട്ടിഫിക്കേഷൻ കൊടുക്കും. നമ്മളിപ്പോൾ ഓൺലൈനിൽ തന്നെയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ വായിച്ചു നോക്കുക, എന്നിട്ടൊരു ടെസ്റ്റ് പോലെ ആ ടെസ്റ്റിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കേഷൻ ഓൺലൈനിൽ തന്നെ കിട്ടും. ഇങ്ങനെ സ്കിൽ ഡെവലപ്മെന്റുകളും ട്രെയിനിങ് സെഷനുകളും ഒക്കെ കൊടുക്കുക. പിന്നെ കുറെ കൂടി പ്രൊഫഷണൽ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ഡിജിറ്റൽ അവയർനെസ് കൂടുതൽ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുന്നതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. സോ ഇവിടെ അതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് NPSCB aims to embark on learning transformation program that will address the capacity building issues of civil service through comprehensive online platform IGOT കർമ്മയോഗി എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അതാണ് IGOT. അത് ഈ കർമ്മയോഗിക്ക് വേണ്ടി, ഈ ട്രെയിനിങ്ങിന് വേണ്ടി ആരംഭിച്ച ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് IGOT കർമ്മയോഗി. ഈ കർമ്മയോഗി എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ ഓർക്കാം, ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് എസ്പെഷ്യലി ഫോർ ദ സിവിൽ സർവീസ്. സോ അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് വീറ്റ് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ടേം എഴുതിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് വീറ്റ് പ്രൊഡ്യൂസറായി മാറി. പ്ലാൻസ് ടു ബിഗിൻ വീറ്റ് ഇമ്പോർട്ട്സ് ആഫ്റ്റർ എ 6 year ഗ്യാപ് ടു ഓൾറെഡി ആണ് റിപ്ലെനിഷ് ഡിപ്ലീറ്റഡ്
reserves and control rising prices driven by 3 consecutive years of disappointing crops. So ഇവിടെ പ്രത്യേകത New Delhi is expected to abandon a 40% tax on wheat imports this year, paving the way for private traders and flour millers to buy from producers such as top exporter Russia, albeit in modest forms. അതായത് വീറ്റ് നമ്മൾ സാധാരണ നമ്മൾ ഇമ്പോർട്ട് ചെയ്യൽ കുറവാണ്. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത്. വി ആർ ദ വേൾഡ്സ് ഇന്ത്യ ഈസ് ദ വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് വീറ്റ് പ്രൊഡ്യൂസർ. സോ അത്രയും വലിയ വീറ്റ് പ്രൊഡ്യൂസർ ആയ ഇന്ത്യക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഇന്ത്യ എന്ത് ചെയ്യാറില്ല, ഇമ്പോർട്ടിനെ അടുത്ത കാലത്തൊക്കെ കുറച്ചിരിക്കുകയായിരുന്നു. ബിക്കോസ് വി ഹാവ് ടു യൂസ് അവർ ഓൺ പ്രൊഡക്റ്റ്. അപ്പോൾ മാത്രമല്ല നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ് പതിവ്. അപ്പോൾ അടുത്ത കാലത്ത് അത് റഷ്യയുമായിട്ടുള്ള സഹകരണത്തിന്റെ ഭാഗമായിരിക്കാം. ന്യൂഡൽഹി ഈസ് ടു അബാൻഡൻ 40% ടാക്സ് ഓൺ വീറ്റ് ഇമ്പോർട്ട്. അതായത് നമ്മൾ ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ടാക്സ് റേറ്റ് കൂട്ടും. ഓക്കെ, ഇമ്പോർട്ടും എക്സ്പോർട്ടും എന്താണെന്ന് ആദ്യം അറിയണം. ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ്, പുറത്തേക്ക് കമ്പനികൾ അയക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഇന്ത്യക്ക് ലാഭം എന്ന് പറയുന്നത് എക്സ്പോർട്ട് തന്നെ. ബിക്കോസ് അങ്ങോട്ട് കയറ്റി അയക്കുമ്പോഴാണ് വരുമാനം വരിക. പക്ഷേ ചില കേസുകളിൽ നമ്മൾ അത് മാത്രം ചെയ്താൽ പോരാ, എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളത് എളുപ്പമല്ല പെട്ടെന്ന്. അപ്പൊ അതിന് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് കുറയ്ക്കുക. ഓക്കെ, അതായത് ചില പ്രൊഡക്റ്റുകൾ നമ്മൾ 90% ആ 90% കൊണ്ടുവരുന്നത് എന്താക്കുക, ഓൾമോസ്റ്റ് 50% എത്തിക്കുക. അതായത് 50% പുറത്തുനിന്ന് വാങ്ങിക്കുക, 50% ഇന്ത്യയിൽ തന്നെ ഉള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, സെൽഫ് സസ്റ്റൈൻഡ് ആവാൻ പറ്റുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് എല്ലാം നമുക്കിവിടെ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യാം, വരുമാനം മുഴുവൻ വരും, അങ്ങനെ ഒരു രാജ്യവും ലോകത്തിലില്ല. അപ്പോൾ അല്ലെങ്കിൽ അത് സാധിക്കില്ല. ബിക്കോസ് വി ഹാവ് ടു എക്സ്ചേഞ്ച്. അതായത് ലോകത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ അതാണ്. നമുക്ക് എന്തെങ്കിലും സാധനം പുറത്തുനിന്ന് വാങ്ങിയേ പറ്റൂ. വാങ്ങിയാലേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് വിൽക്കുമ്പോഴും ഇതുപോലെയാണ് വാങ്ങാൻ ആളുണ്ടാവുള്ളൂ. സോ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ സാധാരണ ഉള്ളതാണല്ലോ, ഇപ്പൊ ഏതെങ്കിലും ഒരു കടയിൽ, ഇപ്പോ പല കടകളിലും സാധാരണ ഒരു നോർമൽ വീടിനടുത്തൊക്കെയുള്ള കടകളൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും എന്തുണ്ടാവും, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതായത് അടുപ്പുണ്ടാവും. അത് അടുപ്പെന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊണ്ടുപോയി വിൽക്കാം. അതുപോലെ തന്നെ അവിടെ നിന്ന് അപ്പോൾ അവരെന്ത് ചെയ്യും, സാധനങ്ങൾ തരുമ്പോഴും ഡിസ്കൗണ്ട് തരും, അല്ലെങ്കിൽ ഇത് കൊടുത്താൽ ആ വിലയുമായി അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ അത് എന്താണ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇതുപോലെ തന്നെയാണ് ഗ്ലോബൽ ട്രേഡിലും. സോ റഷ്യക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ റഷ്യയുടെ ഇമ്പോർട്ട്, റഷ്യൻ പ്രോഡക്ട്സ്, വീറ്റിനെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാം, ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ റീസൺസ് ഫോർ ഇന്ത്യ ടു resume import. India's wheat production has declined in the last 3 years due to unfavorable weather condition. ഒരു കാരണം അതാണ്. ഓക്കെ, അത് ഡയറക്ട്ലി ഒരു കാരണം, leading to sharp drop in wheat output. Government estimates this year wheat crop to be 6.25 lower than the previous year. So അതിലൊരു ചെറിയ കുറവ് വന്നത് കാരണം കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഹരിപ്രിയ? ഇന്ത്യയിലെ ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏതാ? സാർ UP ആണോ? ആ, ഓക്കെ. അതായത് നോർമലി എല്ലാ ധാന്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ പഞ്ചാബാണ് പറയാ. അടുത്ത കാലത്ത് ഇപ്പോൾ കറക്റ്റ് ആണ്, UP വീറ്റിൽ ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. ആദ്യകാലത്ത് നമ്മൾ പക്ഷെ പഞ്ചാബ് എന്നുള്ള കോൺസെപ്റ്റിലാണ് കൂടുതലും എന്ത് ഗോതമ്പ് ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ പഞ്ചാബ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പൊതുവെ പറയാം. അത് ഓക്കെ, സം കൈൻഡ് ഓഫ് ഇടയ്ക്ക് മാറി വരാം, എങ്കിൽ പോലും ഓൾ ഗ്രെയിൻസ്, അതായത് എല്ലാ ധാന്യങ്ങളും എന്നുള്ള കോൺസെപ്റ്റ് ചോദിച്ചാൽ പഞ്ചാബ് തന്നെയാണ്. അതായത് പഞ്ചാബില് ഗോതമ്പ് തുടങ്ങി ബാർലി തുടങ്ങിയ എല്ലാ ധാന്യങ്ങളും, ഓൾ കൈൻഡ്സ് ഓഫ് ഗ്രെയിൻസ്. സോ അതിന്റെ മൊത്തം പ്രൊഡക്ഷനിൽ പഞ്ചാബിലാണ് ഫസ്റ്റ് പറയുന്നത്. അതിൽ തന്നെ എന്നാൽ ഈ പറഞ്ഞ പോലെ വീറ്റ് പ്രൊഡക്ഷനിൽ അടുത്ത കാലത്ത് UP ആണ് വന്നിട്ടുള്ളത്. അത് മാറി വരാം, ഇതുപോലെ തന്നെ മാറ്റങ്ങൾ വരാം ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ഇഷ്യൂസ് കാരണമൊക്കെ കുറെ മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഗോതമ്പ് ഇതുപോലെ കുറെ സ്റ്റേറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നോർത്തേൺ സ്റ്റേറ്റിലാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ നോക്കിയാൽ അറിയാം, നമ്മളിപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നോർത്ത്
സൗത്ത് എന്നുള്ള ഡിഫറൻസ് ഒക്കെ വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ ബേസിലാണ് നമ്മളുടെ ഭക്ഷണ രീതി വന്നിട്ടുള്ളത്. അപ്പോ അതാണ് കാരണം. അല്ലാതെ പൂർണ്ണമായിട്ടും നമുക്ക് എന്തുകൊണ്ട് നോർത്ത് കഴിച്ചുകൂടാ അത് അല്ലെങ്കിൽ ആ ഫുഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം റിലേറ്റഡ് ടു ദ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. അപ്പോൾ നോർമലി അവിടെ എല്ലാ തരത്തിലുള്ള വീറ്റ് തുടങ്ങിയുള്ള എല്ലാ ഗ്രെയിൻസും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വീറ്റ് ആണ്. അതാണ് കാരണം. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് the wheat stocks in government warehouses have dropped to 7.5 million tons in the lowest in 16 years എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും കുറവാണ് ഇപ്പോൾ നമ്മളുടെ ഫുഡ് സ്റ്റോറേജുകളിൽ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫുഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI ഗോഡൌൺസിന്റെ കണക്കാണത്. അപ്പോൾ പിന്നെ ഗവൺമെന്റ് ടാർഗറ്റ് ഫോർ വീറ്റ് പ്രൊക്യൂർമെന്റ് ഇയർ 2024 was 30 to 32 million metric ton, managed to buy only 26.6 ton to ton. Okay, million ton. അപ്പോൾ അതിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം പറയുന്നത് ഇതിൽ വന്നിട്ടുള്ള ഡിക്ലൈൻ ആണ്. ഓക്കെ,